തെറ്റായ വഴികളെ ഉപേക്ഷിക്കുവാൻ ദൈവം മനുഷ്യനോട് സദാ സംസാരിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുവാൻ മനുഷ്യന് മനസ്സില്ല. അതിൻ്റെ പരിണിത ഫലം എന്തെന്ന് വെളിവാക്കുന്നതാണ് നോഹയുടെ സമയത്തെ ജലപ്രളയം. എത്ര നാൾ നോഹ അവരോട് പ്രസംഗിച്ചു. എന്നാൽ സകലവിധ പരിമിതികളുടെയും മധ്യത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായാൽ അത് വലിയ അനുഗ്രഹമാകും എന്ന് നോഹയുടെയും കുടുംബത്തിൻ്റെയും രക്ഷപ്പെടലിൽ നിന്നും നാം കാണുന്നു. എത്ര നല്ല പാഠങ്ങൾ ദൈവം നോഹയുമായി ചെയ്യുന്ന ഉടമ്പടിയിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ താല്പര്യപൂർവ്വം ഈ പഠനം ശ്രദ്ധിച്ചാലും. ദൈവം ഇനിയും നോഹയുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ പോകുന്നതാണ് നാം പഠിക്കുവാൻ പോകുന്നത്. 8-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. 9-ാം അധ്യായവും നാം ഇന്ന് പഠിക്കുന്നതാണ്. ഇവിടെ ദൈവം നോഹയുമായി ചെയ്യുന്ന ഉടമ്പടി വളരെ പ്രധാനപ്പെട്ട ഒന്നത്രേ. ദൈവം അത് നോഹയുമായി ചെയ്തപ്പോൾ വാസ്തവത്തിൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യകുലവുമായിട്ടാണ് ദൈവം അത് ചെയ്യുന്നതെന്ന് ഓർക്കണം. 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് ഒരുമിച്ച് നോക്കാം. നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 എണ്ണത്തെയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് 2 എണ്ണത്തെയും നോഹ പെട്ടകത്തിൽ കയറ്റി രക്ഷിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ശുദ്ധിയുള്ള മൃഗങ്ങളെ ഇപ്പോൾ അവൻ യാഗം കഴിക്കുകയാണ്. പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ നോഹ ചെയ്ത ആദ്യത്തെ കാര്യം എന്തെന്നാൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയുകയും അതിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയുമായിരുന്നു. ആ ദഹനയാഗം ക്രിസ്തുവിനെ കുറിക്കുന്നതായിരുന്നു. ദൈവം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുമാണ് ആ യാഗം അർപ്പിച്ചത്. ഈ പ്രത്യേക സമയത്ത് യഹോവയ്ക്ക് നോഹയോട് പ്രസാദം തോന്നുവാനുണ്ടായ ഒരു കാരണം ഇതാണ് എന്നതിന് സംശയമില്ല. 21-ാം വാക്യം നാം വായിക്കുന്നത്, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഈ പറഞ്ഞത് അതുപോലെ സത്യമാണ് എന്ന് നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു? നിങ്ങളുടെ മനോനിരൂപണം ദുഷ്ടത നിറഞ്ഞതോ അതോ നല്ലതോ? നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും വളർന്നു വരുന്ന യുവതലമുറയുടെ ഇടയിലുമൊക്കെ എന്തുമാത്രം മറുതലിപ്പാണ് നാം കാണുന്നത്. ഒരു കുട്ടിയെ മറുതലിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജന്മനാ പാപികളായ മനുഷ്യൻ, അവർ ഈ പറഞ്ഞതായ അതേ ദിശയിലേക്കാണ് പോകുന്നത്. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. അതൊട്ടും മെച്ചപ്പെടുന്നില്ല സുഹൃത്തെ. സ്വതന്ത്രമായി സംസാരിക്കുവാൻ ഒരു അവസരം ലഭിച്ചാൽ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന വിഷയങ്ങൾ എത്ര ലജ്ജാകരമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത എപ്രകാരത്തിലുള്ളതാണ് എന്നോർക്കണം. അതെ, മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ മുതൽ പാപിയാകുന്നു. അത് കേൾക്കാൻ നമുക്കിഷ്ടമില്ല, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. സത്യങ്ങൾ പലതും കേൾക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ, പക്ഷേ നാം അതിനെ അഭിമുഖീകരിച്ചേ മതിയാകൂ. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 8-ാം അധ്യായത്തിൻ്റെ 22, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകുകയുമില്ല. ജലപ്രളയം അത്രമാത്രം വ്യാപകമായിരുന്നു. അത് ഭൂമിയെ മൊത്തം ചരിച്ചു കളഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന്മേൽ നേരെയല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാം കേന്ദ്രത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്. യഥാർത്ഥ കേന്ദ്രസ്ഥാനത്ത് നിന്നും വ്യത്യസ്തമായ ഒരിടത്തു നിന്നാണ് നാം ഇന്ന് കറങ്ങുന്നത്. വന്ന വഴിക്ക് എന്തോ എപ്പോഴോ സംഭവിച്ചു എന്ന് തോന്നും വണ്ണം തന്നെ. അനേകരും വിശ്വസിക്കുന്നത് ഈ ജലപ്രളയമാണ് ആ കാരണമെന്നത്രേ. ഭൂമി അങ്ങനെ കറങ്ങുന്നതിനാൽ നമുക്ക് നമ്മുടെ ഋതുക്കൾ തക്ക സമയത്ത് ഇപ്പോൾ ലഭിക്കുന്നു. ജലപ്രളയത്തിന് മുമ്പ് മനുഷ്യൻ പഠിച്ച 3 കാര്യം. 1, ദൈവത്തെ എതിർക്കുവാൻ മനുഷ്യൻ പഠിച്ചു. അത് തുറന്നു തന്നെ പുറത്തു വന്നു. 2, ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടിനെ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. നോഹയുടെ സാക്ഷ്യം അവർ കൈക്കൊണ്ടില്ല. 3, അനുതാപവും ഏറ്റുപറച്ചിലും നിഷേധിച്ചു. ദൈവത്തിന് ഒന്നും തന്നെ തിരികെ നൽകാത്ത മനോഭാവം. ദൈവം വാഗ്ദാനം ചെയ്ത
രക്ഷാസങ്കേതം മനുഷ്യൻ തള്ളിക്കളഞ്ഞു. 120 വർഷം നോഹ പ്രസംഗിച്ചിട്ടും ഒരൊറ്റ വ്യക്തി പോലും മനം തിരിഞ്ഞു വന്നില്ല. അവർ വെളിപ്പാടിനെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധമായ മാനസാന്തരവും ഉണ്ടായില്ല. ഇപ്പോൾ ഇതാ ഈ മനുഷ്യൻ നോഹ പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ വളരെ അതുല്യമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പിതാവെന്ന സ്ഥാനത്ത് ആദാമിനെ പോലെ നോഹ ഇപ്പോൾ ആയിരിക്കുകയാണ്. ആരോ പറഞ്ഞു, നാം എല്ലാം ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ കുറെ കൂടി അടുത്ത ബന്ധം നോഹയോടല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ എല്ലാം പിതാവ് നോഹയത്രേ. ദൈവത്തിൽ വിശ്വസിച്ച നോഹ, ദൈവത്തോടു കൂടെ നടന്ന നോഹ, ദൈവം നോഹയെ അവൻ്റെ തലമുറയിൽ നീതിമാനായി കണ്ടു. നാം ഓരോരുത്തരും അങ്ങനെ തീരുവാനായിട്ടുള്ള ഒരു നല്ല ഉദാഹരണമല്ലേ നോഹ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. ഇനിയും ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നാം വരാം. 9-ാം അധ്യായത്തിൽ നാം ഒരു പുതിയ ആരംഭത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എത്രമാത്രം വിപ്ലവകരമായ ഒരു ആരംഭമാണ് ഇതെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. മനുഷ്യ മനസാക്ഷിയുടെ യുഗം കഴിഞ്ഞു. ദൈവം മനുഷ്യനെ മനുഷ്യഭരണക്രമത്തിന് കീഴിലാക്കുന്നു. അവനെ തന്നെ ഭരിക്കേണ്ടിയിരിക്കുന്നു. മനസാക്ഷിയുടെ യുഗം കഴിഞ്ഞു. ദൈവം നോഹയുമായി ഉണ്ടാക്കുന്ന ഉടമ്പടിയിൽ ഈ പറഞ്ഞതിൽ അല്പം നമുക്ക് കാണുവാൻ സാധിക്കും. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്തപ്പോൾ അവൻ നിങ്ങളും ഞാനുമായിട്ടാണ് ഉടമ്പടി ചെയ്തത്. കാരണം അവൻ സകല മനുഷ്യവർഗവുമായിട്ടാണ് അങ്ങനൊരു ഉടമ്പടി നടത്തിയത്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. നിറവീൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം കുറവ് നികത്തുക, പൂർണ്ണമാക്കുക, വീണ്ടും നിറയ്ക്കുക എന്നൊക്കെയാണ്. നിറവീൻ എന്നുള്ള വാക്ക് ഇവിടെ വളരെ അർത്ഥവത്താണ്. കാരണം ജലപ്രളയത്തിന് മുൻപ് അവിടെ ഒരു നാഗരികത നിലവിലുണ്ടായിരുന്നു എന്ന് നമുക്കറിവുള്ളതാണ്. ഇപ്പോൾ ജലപ്രളയത്തിന് ശേഷവും അവിടെ ഒരു നാഗരികത ഉയർന്നു വരേണ്ടതാണ്. ഭൂമി മുഴുവൻ വീണ്ടും നിറയ്ക്കുവാൻ ദൈവം ആദാമിനോട് അരുളി ചെയ്തപ്പോൾ ആദാമിന് മുൻപും ഭൂമിയിൽ ജീവികൾ ഉണ്ടായിരുന്നു എന്ന് നാം അനുമാനിച്ചു. അവയെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ജീവികൾ എന്നല്ലാതെ അതേക്കുറിച്ചൊന്നും പറയുവാൻ എന്നെ കൊണ്ടാവില്ല. നോഹയോട് ദൈവം അരുളി ചെയ്യുന്ന ആദ്യത്തെ കാര്യം തന്നെ ശ്രദ്ധിച്ചേ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ഈ വർഗത്തിന്റെ പെറ്റുപെരുകൽ അഥവാ വർധനവ് ആവശ്യമായിരുന്നു അക്കാലത്ത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ദൈവം ഈ കൽപ്പന നൽകിയതെന്ന കാര്യം മറന്നുപോകരുത്. ഇന്നത്തെ സ്ഥിതി ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ. ജനസംഖ്യാ വർധനവ് ഭയങ്കരമായിരിക്കുന്ന ഈ കാലത്ത് അമിത ജനസംഖ്യ നാം കാണുന്നു. അത് വളരെ അപകടകരവും ആണെന്ന് ഓർക്കുക. എന്തായിരുന്നാൽ തന്നെ നോഹ ഒരു പ്രത്യേക സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്നോളം ഭൂമിയിൽ ആരും നിന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ നോഹയും അവൻ്റെ കുടുംബവും മാത്രമേ ഭൂമിയിൽ ഈ പറഞ്ഞ സമയത്തുള്ളൂ. ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ ഭാവനയിൽ ഒന്ന് ചിന്തിക്കുക. എന്നും നിങ്ങൾ ജോലിക്ക് പോകുന്നു, വഴിയിലെല്ലാം എന്തൊരു തിരക്ക്. ബസ്സിൽ, റോഡിൽ കൂടെ നടക്കാൻ പോലും കഴിയാത്ത തിരക്ക്. ട്രെയിനിൽ കയറാൻ പോലും സാധിക്കുന്നില്ല. ഇനി വണ്ടി ഓടിച്ചു പോകാമെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് വഴിയിൽ കിടക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാവനയിൽ ഒന്ന് കാണുവാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുവാൻ വഴിയിൽ ഇറങ്ങുന്നു, ആരെയും കാണുന്നില്ല. ചുറ്റും നോക്കിയിട്ട് നിങ്ങൾ മാത്രം. വഴിയുടെ വലത്തുകൂടിയോ ഇടത്തുകൂടിയോ നടുക്കുകൂടിയോ എവിടെ കൂടി വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ നിയമമുള്ളൂ. അസാധാരണമായ അനുഭവം തന്നെയായിരിക്കും അതല്ലേ? അതെ, നോഹയ്ക്കുണ്ടായ അനുഭവം അതുതന്നെയായിരുന്നു. എല്ലാം നശിച്ചുപോയ ഒരു ഭൂമി. 2-ാം വാക്യത്തിൽ കാണുന്നത്, നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ചെയ്ത ഉടമ്പടിയുടെ വേറൊരു ഭാഗം എന്തെന്നാൽ മനുഷ്യന്റെ സംരക്ഷണവും ജന്തുലോകത്തിന്മേലുള്ള അധികാരവുമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ സമയത്തിന് മുൻപുണ്ടായിരുന്ന ബന്ധം വ്യത്യസ്തമായിരുന്നു എന്നത്രേ. ഇതിനു മുൻപ് മനുഷ്യൻ മാംസഭുക്കായിരുന്നില്ല എന്നതത്രേ വാസ്തവം. എല്ലാ മൃഗങ്ങളും മെരുങ്ങിയവയായിരുന്നെന്ന് മാത്രമല്ല, വളർത്തുമൃഗത്തെ ഒന്നിനെയും തിന്നുവാനുള്ള പ്രവണത ആരിലും ഉണ്ടായിരുന്നുമില്ല.
വെള്ളം പൊങ്ങി വന്നതായ ആ അവസരത്തിൽ മൃഗങ്ങൾ നോഹയുടെ അടുത്തേക്ക് വന്നു എന്നോർക്കുക. അവയ്ക്ക് അവനെ ഒട്ടും തന്നെ ഭയമില്ലായിരുന്നു എന്നത്രേ കാണുവാൻ കഴിയുന്നത്. ഇപ്പോഴാകട്ടെ മൃഗങ്ങൾ മനുഷ്യനെ ഭയക്കുകയും അവനിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. എന്തായിരുന്നാലും ജന്തുലോകത്തിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യനാണ്. ജന്തുലോകത്തോടുള്ള മനുഷ്യൻ്റെ ഇടപെടൽ വളരെ ക്രൂരമാണിന്ന്. പല മൃഗങ്ങൾക്കും വംശനാശം വരുത്തുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും വന്യമൃഗങ്ങളും മനുഷ്യനൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വളരെ പ്രശ്നങ്ങളുള്ള ഒരു കാലയളവ്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മനുഷ്യന് ഭക്ഷണത്തിനായി ദൈവം പുതിയൊരു കാര്യം കൂടി നൽകുന്നു. ജലപ്രളയത്തിന് മുൻപ് ദൈവം മനുഷ്യന് പച്ചപ്പട്ട് വിരിച്ച ഈ മനോഹരമായ ഭൂമി നൽകി, അതായത് ഭക്ഷണത്തിനായി സസ്യങ്ങൾ. ഇപ്പോൾ അവൻ നോഹയോട് പറയുന്നത് അവന് മൃഗങ്ങളെ ഭക്ഷിക്കാമെന്നാണ്. ആഹാരക്രമത്തിൽ ആശയഭ്രാന്ത് പൂണ്ട് നടക്കുന്ന അനേകരുണ്ട്. സാധാരണ ഇങ്ങനത്തെ ചിന്താഗതി ഒരു വ്യക്തിയുടെ മതമായി മാറുകയാണ് പതിവ്. ഏതായാലും നാം ഇവിടെ കാണുന്നത് മനുഷ്യൻ മാംസം ഭക്ഷിക്കുവാൻ ദൈവം അവനെ അനുവദിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതെന്നാൽ രക്തം ഭക്ഷിക്കുന്നതിനെ ദൈവം വിലക്കുന്നു. 4-ാം വാക്യം, പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. രക്തം വാർന്നു കളയണം എന്ന് വായിക്കുന്നു. രക്തം ജീവനെ കാണിക്കുന്നു. അത് വാർന്നു കളയുന്നത് മൃഗത്തെ കൊല്ലുമ്പോൾ അതിൻ്റെ വേദന വളരെ നേരം നിർത്തരുതെന്നുള്ളതിനെ കാണിക്കുന്നതാണ്. അത് പെട്ടെന്ന് ചാകണം എന്ന് ചുരുക്കം. ദൈവം പറയുന്നത് നിങ്ങൾ മൃഗങ്ങളെ തിന്നുമ്പോൾ മാംസത്തോടുകൂടെ രക്തം കൂടി കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നത്രേ. അത് വാർന്നു കളയണം. മൃഗത്തെ ക്രൂരമായി കൊല്ലരുതെന്നുള്ള മുന്നറിയിപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും. അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും. ഇത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വാക്യം കൂടി നോക്കാം. ഈ പുതിയ ഉടമ്പടിയിലെ 5-ാമത്തേതും അവസാനത്തേതുമായ പ്രസ്താവനയാണ് ഇനിയുമുള്ളത്. അതും വളരെ ആശ്ചര്യജനകമാണ്. 6-ാം വാക്യം, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യൻ്റെ സംരക്ഷണത്തിനും ഭരണക്രമത്തിനുമുള്ള പ്രമാണം ദൈവം ഇവിടെ നൽകുന്നു. വധശിക്ഷ നൽകുവാനുള്ള അധികാരം ദൈവം ഭരണകർത്താക്കൾക്ക് നൽകുന്നു. ദൈവം നൽകിയ ഈ പുതിയ ഉടമ്പടിയിൽ നാം കണ്ടത് മനുഷ്യൻ തൻ്റെ വർഗത്തെ വർദ്ധിപ്പിക്കണം, മൃഗങ്ങളെ സംരക്ഷിക്കണം, ഭരിക്കണം. ഭക്ഷണത്തിന് ഒരു പുതിയ ക്രമം നൽകിയപ്പോൾ രക്തം ഭക്ഷിക്കുന്നതിനെ വിലക്കി. ഇപ്പോൾ നാം കാണുന്നത് ഭരണക്രമത്തിൻ്റെ പ്രമാണം ദൈവം മനുഷ്യന് നൽകുന്നതാണ്. വധശിക്ഷ നൽകുന്നതിൻ്റെ അടിസ്ഥാനം ഇതത്രേ. നാം ജീവിക്കുന്ന ഈ തലമുറയുടെ മനോഭാവം ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ നിന്നും എത്രമാത്രം അകന്നിരിക്കുന്നു എന്നുള്ളത് അല്പം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വചനാടിസ്ഥാനമായ ഒരു കൂട്ടം നമുക്കിന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ സമൂഹം ദൈവവചനത്തെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞതയിലാണ്. ദൈവവചനം പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ആർക്കും താല്പര്യമില്ല എന്നതാണ് വാസ്തവം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ഭരണക്രമമാണ് നമുക്കിന്ന് ആവശ്യം. അത് മാത്രമേ ശരിയായ നീതി നിർവഹിക്കുകയുള്ളൂ. വധശിക്ഷ വേണോ വേണ്ടായോ എന്ന് വളരെയധികം വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു കാലയളവിലാണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ അയഞ്ഞൊരു സമീപനമാണ് പലയിടത്തും കാണുന്നതും. അതുകൊണ്ടെന്താ, കുറ്റകൃത്യങ്ങൾ എത്ര അധികമായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. എത്ര ഹീനമായ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുവാൻ മനുഷ്യന് മടിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുന്നത് കേട്ടു, എടാ നിന്നെ കൊന്നാൽ എനിക്കൊന്നും വരാനില്ല, എങ്ങനെങ്കിലും തല ഊരുവാൻ ആദ്യം തന്നെ സാധിച്ചില്ലെങ്കിൽ 7 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിൽ പകുതിയിൽ കൂടുതലും പരോളിൽ നടക്കുകയും ചെയ്യാം. എന്തൊരു തമാശ ഇല്ലേ. ഞാൻ വിശ്വസിക്കുന്നു വധശിക്ഷ വചനാടിസ്ഥാനം ആകുന്നു എന്ന്. അത് ദൈവത്തിൻ്റെ ക്രമമാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവൻ എടുത്താൽ ആ കൊലപാതകന്റെ ജീവൻ ഒടുക്കിക്കളയുവാൻ ഭരണകർത്താക്കൾക്ക് അധികാരമുണ്ടെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ ദൈവം ഏർപ്പെടുത്തിയ ഒരു മാർഗമാണ് അതെന്നുള്ളത് വ്യക്തമാണ്. തെരുവിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നമ്മുടെ ജീവൻ സുരക്ഷിതമല്ല എന്നതാണ് ഇന്നത്തെ വാസ്തവം. മനുഷ്യനെ മൃഗീയമായി കൊല ചെയ്യുന്നതിൻ്റെ വിവരം പത്രങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണല്ലോ. എന്തിന്? സ്വന്തം മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കാറില്ലേ സുഹൃത്തെ?
ദൈവവചനത്തിൽ നിന്നും മനുഷ്യൻ മാറിപ്പോയതിൻ്റെ വ്യക്തമായ തെളിവത്ര ഇത്. ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും എന്ന നിയമത്തിലേക്ക് ഭരണകർത്താക്കൾ വരേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ അയഞ്ഞ സമീപനം പാടില്ല. സ്വന്തം കാര്യം വരുമ്പോഴാണ് പലർക്കും ഇതിനകത്ത് കൂടുതൽ ഗൗരവമായി ഇത് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം സ്വന്തം കാര്യം പോലെയാണ് ഓരോ ഭരണക്രമവും നമുക്ക് നൽകിയിരിക്കുന്നത്. 9ഉം 10ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്, ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടിയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. നിങ്ങളുടെ സന്തതിയോടും എന്ന് പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യവർഗത്തെയും ഉൾപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ഈ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് കിടക്കുമെന്നും അവ അന്യോന്യം ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ഇല്ല എന്നും യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് സകല സൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. നോഹയോടും തൻ്റെ സകല സൃഷ്ടിയോടും ദൈവം ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നു. തൻ്റെ രാജ്യം ഭൂമിയിൽ വരുന്നതുവരെയും അത് പ്രാബല്യത്തിലായിരിക്കുകയും ചെയ്യും. അത് നോഹയുടെ സകല സന്താനങ്ങളോടും സകല ജീവജന്തുക്കളോടുമുള്ളതാകുന്നു എന്നോർക്കണം. 11-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വീണ്ടും ഒരു ജലപ്രളയം അയച്ച് താൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തീരുമാനം. അടുത്തതായി അവൻ ഭൂമിയെ ന്യായം വിധിക്കുവാൻ പോകുന്നത് തീ കൊണ്ടാകുന്നു എന്ന് 2 പത്രോസ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചില വാക്യങ്ങളിൽ നാം കാണുന്നത് ഉടമ്പടിയുടെ ചിത്രമാകുന്നു, ഉടമ്പടിയുടെ അടയാളം. എൻ്റെ അഭിപ്രായത്തിൽ ഉടമ്പടിയുടെ ഒരു ആത്മീയ അർത്ഥം അത്രേ നാം കാണുന്നത്. ഇതൊരു തരം വിശുദ്ധ കർമ്മം ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്, ഒരു സാക്രമെന്റ്. അങ്ങനെ ആകുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ ഇതാ ഒരു പ്രത്യക്ഷമായ അടയാളം, അതൊരു വാഗ്ദത്വവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. 12ഉം 13ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഈ മഴവില്ല് ഏറെക്കുറെ വിശുദ്ധ കർമ്മമാണ് എന്ന് പറഞ്ഞതിൽ ഞാൻ ഉദ്ദേശിച്ചത് അതത്രേ. 14 മുതലുള്ള വാക്യങ്ങൾ കൂടി വായിക്കാൻ ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ദൈവം പറയുന്നത് ശ്രദ്ധിച്ചോ? ഞാൻ ഓർക്കും, ഞാൻ അതിനെ ഓർക്കും, ഞാൻ അതിനെ നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നോക്കുമെന്നല്ല ദൈവം പറഞ്ഞത്. താനും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. നിങ്ങൾ എപ്പോൾ ഒരു മഴവില്ലിനെ നോക്കിയാലും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രോത്സാഹനം അതായിരിക്കണം. 17-ാം വാക്യം കൂടി, ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. ഇതത്ര ദൈവത്തിൻ്റെ നിയമം, ഉടമ്പടി. നോഹയോട് മാത്രമല്ല, ഭൂമിയുടെ മുഖത്തുള്ള സകല ജഡത്തോടും. ഞാൻ വീണ്ടും പറയട്ടെ, മഴവില്ലിനെ ഒരു വിശുദ്ധ കർമ്മമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം ഏതെങ്കിലും വാഗ്ദത്തം ഒരാളോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രത്യക്ഷങ്ങളായ അടയാളങ്ങൾ അത്ര ഒരു വിശുദ്ധ കർമ്മം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പെസഹ പെരുന്നാൾ, പിച്ചള സർപ്പം, നമ്മുടെ ഈ കാലങ്ങളിൽ പറഞ്ഞാൽ സ്നാനം, തിരുവത്താഴം, ഇവയെല്ലാം അപ്രകാരത്തിലുള്ള അടയാളങ്ങൾ അത്രേ. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനം, അടയാളം. ഒരു ദൈവദാസൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപയുടെ കണ്ണും നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണും കൂട്ടിമുട്ടുന്ന സ്ഥലമാകുന്നു വിശുദ്ധ കർമ്മം എന്നത്രേ. കൊള്ളാം. മനുഷ്യർ ഇന്ന് മഴവില്ലിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നത് അതത്രേ. അടയാളത്തോട് ബന്ധിച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ വിശ്വാസം മുറുകെ പിടിക്കുന്നു. അടയാളം എന്തിനെ കാണിക്കുന്നുവോ അതിലാണ് പ്രാധാന്യം, അല്ലാതെ അടയാളത്തിലല്ല. ഒരു വാഗ്ദത്തത്തിൽ വിശ്വാസം ഇല്ല,
ഒരു അടയാളത്തിൽ യാതൊരു ഉറപ്പും ഇല്ല. വാക്കും അടയാളവും ഒരുമിച്ച് പോകണം. ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുന്നു, എന്നിട്ട് ഒരു അടയാളം അതിനോട് ചേർക്കുന്നു. ഇവിടെ നോഹയുടെ യാഗപീഠത്തോട് ദൈവം നൽകിയ ഉത്തരം അതാകുന്നു, മഴവില്ല്. ഞാൻ ഓർക്കും, ഞാൻ നോക്കും എന്ന് ദൈവം പറയുന്നതിന് തുല്യമാണ് മഴവില്ല്. വളരെ പ്രോത്സാഹജനകമായ ഒരു അവസ്ഥ. ഈ അധ്യായത്തിന്റെ ശേഷിക്കുന്ന ഭാഗത്ത് വളരെ നിരാശാജനകമായ ചില കാര്യങ്ങൾ നാം കാണുവാൻ പോകുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലരും ഉന്നയിക്കാറുള്ള ഒരു സംശയം എന്തെന്നാൽ, ജലപ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ സകല പാപികളും നശിച്ചു പോയതായിട്ടാണല്ലോ കണ്ടത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഭൂമിയിൽ പാപം ഒട്ടുമില്ലായിരുന്നു എന്ന അർത്ഥമുണ്ടോ? വളരെ നല്ല ചോദ്യം. എന്നാൽ അത് തന്നെ നമുക്ക് നോക്കാം. 18-ാം വാക്യം. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫത്തും ആയിരുന്നു. ഹാം എന്നവനോ കനാന്റെ പിതാവ്. എന്തുകൊണ്ടാണ് ഹാമിന്റെ മകൻ കനാനെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒരു കാരണം ഉടനെ തന്നെ നാം മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തെ കാരണം, മോശ ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നോർക്കണം. അവർക്ക് ഈ ഒരറിവ് ലഭിക്കുന്നത് തീർച്ചയായും പ്രോത്സാഹജനകമായിരുന്നു. കാരണം കനാന്യരുടെ മേൽ വരുന്നതായ ദൈവശിക്ഷയെക്കുറിച്ചുള്ള അറിവാണല്ലോ ഇവിടെ ആദ്യം തന്നെ മോശ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമി ഒക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. ഇവിടെ ഇതാ നോഹയുടെ പാപം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നോഹ മദ്യപിച്ചു എന്നതാണ്. അത് പാപമാകുന്നു. തൃപ്തിയായ ഒരു ഉപാധിയും ഇവിടെ നൽകുവാൻ സാധ്യമല്ല. നോഹയുടെ പ്രവർത്തനത്തെ ന്യായീകരിക്കുവാൻ പല വ്യാഖ്യാതാക്കളും ശ്രമിച്ചു എന്നത് സത്യമാണ്. അതിൽ ഒരു ഉപാധി എന്തെന്നാൽ, നോഹയുടെ സമയം വരെയും ആരും മദ്യപിച്ചിരുന്നില്ല എന്നതിനാൽ മദ്യത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നോഹയ്ക്ക് അറിയില്ല എന്നതത്രേ. ജലപ്രളയത്തിന് മുമ്പ് മദ്യപാനം ഒരു പാപമായി സൂചിപ്പിച്ചിട്ടില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. എന്തെല്ലാം ഉപാധി പറഞ്ഞാലും എനിക്ക് പറയുവാനുള്ളത്, ഇതൊരു പുതിയ ലോകത്തിലെ പുത്തൻ ആരംഭമാണെന്ന് മാത്രമാണ്. എന്നാൽ ഇത് പഴയ പാപം തന്നെയാണ്. ഇന്നും അതിവിടെ ഉണ്ട്. ഈ സംഭവം അത് വെളിപ്പെടുത്തുന്നു. ഇത് നൽകിയിരിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ്. അത് നാം കാണുന്നതാണ്. 22, 23, 24 വാക്യങ്ങളിൽ കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ഷേമും യാഫത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. നോഹയുമായുള്ള ഉടമ്പടിയുടെ ഒരു ഭാഗമായി തീർന്ന ആ കാര്യം ഇതാ ദൈവം നോഹയിലൂടെ അറിയിക്കുന്നു. ശ്രദ്ധിച്ചാട്ട് 25-ാം വാക്യം. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്കും അധമദാസനായി തീരും എന്ന് പറഞ്ഞു. കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവം പറഞ്ഞത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഹാമിന്റെ മേൽ അവൻ ശാപം അയക്കുന്നില്ല. ശാപം ഹാമിന്റെ മകനായ കനാന്റെ മേലാകുന്നു. ഈ സംഭവത്തിൽ കനാൻ എപ്രകാരമാണ് ബന്ധപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഇവിടെ ഒരു ചെറിയ വിവരണം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കനാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. വേറൊരു സംശയം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ദൈവം നോഹയുടെ ഒരു പാപം രേഖപ്പെടുത്തുവാൻ അനുവദിച്ചത്? അത് പറഞ്ഞാൽ, മനുഷ്യരായിരുന്നു ഉൽപ്പത്തി പുസ്തകം എഴുതിയിരുന്നതെങ്കിൽ അവൻ ഇനിയും പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്യുമായിരുന്നു. ഒന്നുകിൽ നോഹയെ ഒരു വീരനായകനായി ചിത്രീകരിക്കുന്നതിനായി നോഹയുടെ പാപം മറച്ചുവെച്ചേനെയും, അല്ലെങ്കിൽ ഉള്ളതിനേക്കാൾ വളരെ ഏറെ പെരുപ്പിച്ച് നോഹയുടെ പാപം കാണിക്കുമായിരുന്നു. എന്നാൽ തൻ്റെതായ ഉദ്ദേശത്തിനായി ദൈവം അത് രേഖപ്പെടുത്തിയെന്ന് നാം കാണുന്നു. ഒന്നാമതായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോശയുടെ സമയത്തെ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത് രേഖപ്പെടുത്തിയത്. കനാന്റെ മേൽ ദൈവം ഒരു ശാപം അയച്ചിട്ടുണ്ടെന്ന് അവർ അറിയുന്നതിനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന് തൻ്റെ ന്യായവിധി ആ വർഗത്തിന്മേൽ അയച്ചു. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്തെന്നാൽ, പഴയ നിയമത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും ചരിത്രവും ഒന്ന് പരിശോധിച്ചാൽ ഈ ന്യായവിധിയുടെ പൂർത്തീകരണം കാണുവാൻ സാധിക്കുന്നതാണ്. കനാന്യർ ഒട്ടുമുക്കാലും അപ്രത്യക്ഷരായിരിക്കുകയാണെന്നറിയാമല്ലോ. ദൈവശാപം. നോഹയുടെ പാപം രേഖപ്പെടുത്തിയതിൽ ദൈവത്തിന് വേറെയും കാരണമുണ്ട്.
റോമലേഖനം 15 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് നിങ്ങളും ഞാനും അറിയേണ്ടതിനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെന്ന്. നോഹയ്ക്കു വേണ്ടി ഉപാധികൾ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വാസ്തവം എന്തെന്നാൽ നോഹ മദ്യപിച്ച് ലഹരി പിടിച്ചവനായി. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളൊരു വിശ്വാസിയായതിനാൽ മദ്യപിച്ചെന്ന് വരില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നോഹയെപ്പോലെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പല സ്വഭാവങ്ങളും കൊണ്ട് ജഡത്തിന് അധീനരായി ജീവിക്കുന്നത് മോശമാണ്. വിട്ടുകളയുവാൻ കഴിയാത്തവ ജീവിതത്തിലുണ്ട് എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൽ സമർപ്പിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായി സാധിക്കും. നോഹയുടെ ജീവിതത്തിൽ നിന്നൊരു വലിയ പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. വളരെ ശ്രദ്ധയോട് വേണം നാം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ജഡം ബലഹീനമാണ്. വീഴ്ച എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും കുറഞ്ഞു പോകരുത് എന്നാണ് നോഹയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി. തുടർന്ന് ഓരോ ദിവസവും ഈ പഠനം ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.